അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒത്തിരിയേറെ ഔഷധ ഗുണമുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം വെച്ചിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ പറമ്പുകളിലും വേലിപ്പടർപ്പുകളിലൊക്കെ കാണുന്ന വള്ളിച്ചെടി അഥവാ നമ്മുടെ ശംഖുപുഷ്പം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഒത്തിരിയേറെ ആരോഗ്യ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. 2-3 കളറുകളിലാണ് ഈ ഒരു പൂവ് ഉണ്ടാവാറ് കേട്ടോ. ഗുണങ്ങളെല്ലാം ഒന്നാണ്. ഒത്തിരിയേറെ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ്. നമ്മുടെ സ്കിന്നിനായാലും മുടി വളർച്ചയ്ക്ക് അകാല നിരക്കൊക്കെ അത്യുത്തമം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് റാഗിപ്പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് നമ്മളിവിടെ ശംഖുപുഷ്പം അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ശംഖുപുഷ്പം നമ്മളിവിടെ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഈ ഒരു രീതിയിൽ പൂവൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് തണലത്ത് വെച്ചിട്ട് ഒന്നുകിൽ നമ്മൾ ടേബിളിലോ അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിലോ എവിടെയെങ്കിലും ഒരു നല്ല തണലായ സ്ഥലത്ത് കൊടുന്ന് 1-2 ദിവസം നമ്മളിതൊന്ന് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്തുതന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ശംഖുപുഷ്പം ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് അത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ്, ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പൂവ് ഇരിക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഇതേപോലെ 2 പൂ പൊട്ടിച്ചു വന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാലും നല്ല അത്യുത്തമമാണ് നമ്മുടെ വയറിനൊക്കെ കേട്ടോ. വയറിലുണ്ടാകുന്ന ഒത്തിരിയേറെ അസുഖങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. അപ്പോൾ നമ്മൾ ഒരു പിടിയോളം ഞാനിവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. 3 ചെറുപഴം, നമ്മളിവിടെ പാളയംകോട് പഴം എന്ന് പറയും, പാളയംകോട് പഴം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള പൂവ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിതാ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള നമ്മുടെ ശംഖുപുഷ്പം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ട് വെച്ചിട്ടുള്ളതാട്ടോ. ഇനി നമുക്കിത് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ ഒന്ന് കളറൊന്ന് മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതങ്ങ് കളർ ചേഞ്ചായി വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ, എനിക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാ നമ്മുടെ ശംഖുപുഷ്പം നല്ല കണ്ടില്ലേ, ഈ ഒരു നല്ല ഡാർക്ക് കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്ര മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം, ഒന്ന് വെന്ത് വരണം. ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവിടാതെ ഒന്ന് കലക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വന്നോളൂ. നമ്മൾ പിള്ളേർക്കൊക്കെ കുറുക്ക് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു റാഗി പൗഡർ ഈ ഒരു രീതിയിൽ നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. ഇത്രയും മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ, നല്ല പോലെ ഒന്ന്
വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ വെന്ത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ആയി കിട്ടണം. ഇത് നിങ്ങൾക്ക് പാലിലും നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത നമ്മുടെ ആ ഒരു പഴം നമുക്കിതിലേക്ക് ഇതേപോലെ ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടും വിധത്തിൽ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ പഴമോ അതല്ലാന്നുണ്ടെങ്കിൽ പൂവൻ പഴമൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി വേണമെന്നില്ല, 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് കുറുക്കി എടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് ഫ്രീസാക്കി എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് നമ്മൾ തേനാണ് ചേർക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കുറുക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ശംഖുപുഷ്പം റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാണോ ഇതിൻ്റെ കളർ കാണുന്നതെന്ന് എനിക്കറിയില്ല. നമുക്കിതിവിടെ നല്ലൊരു വയലറ്റ് കളറായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഐസ് ക്യൂബും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലും നല്ല ഹെൽത്തി ആയിട്ടും നമ്മളിവിടെ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും, അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഐറ്റംസുകളാണ് നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുള്ളത്. റാഗിപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളുള്ള വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അതേപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റാഗിപ്പൊടിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.